പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ സ്വർഗത്തിൽ വലിയവനായ ദൈവം ദാനമായി നൽകി. ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദുരിതങ്ങൾ, നിരാശകൾ, ആകുലതകൾ നിറഞ്ഞതായ ഈ ലോകത്ത് സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ജീവിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം തന്റെ മക്കൾക്ക് അനുകൂലമായി ഈ പകലിൽ ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ശക്തിയെ ഇന്ന് പകലിലും അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്ന ദൈവമക്കൾ കരങ്ങളെ ചറ്റി കർത്താവിനെ മഹത്വപ്പെടുത്താണ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് നൽകിയ എല്ലാ നല്ല ദാനങ്ങൾക്കും നന്ദിയുള്ളവരായി അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനവുമായി ഇന്ന് രാത്രി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുകയാണ്. പാടുവാൻ കൃപ നൽകിയാൽ, പ്രാർത്ഥിപ്പാൻ കൃപ നൽകിയാൽ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ട്. ആരെങ്കിലും നിരാശയോടെ, ഭാരത്തോടെ, വേദനയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശരായിപ്പാൻ ഇടയാകാതെ എല്ലാവരും ദൈവിക സമാധാനത്താൽ, ദൈവിക സന്തോഷത്താൽ നിറയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആ മാളിക മുറിയിൽ ഏക ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ വിശ്വസിച്ചവരുടെ മേൽ പകർന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഈ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും പകരുമാറാകണമേ. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് ഉയർത്തണമേ. നിരാശകൾ മാറണം, രോഗികൾ സൗഖ്യമാകണം, പാപികൾ മനം തിരിയണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം. എല്ലാ നിലകളിലും ദൈവനാമം മഹത്വപ്പെടണം. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ കേൾപ്പിക്കുന്നു. പാടുവാൻ കൃപ ചെയ്താട്ടം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടുമ്പോൾ ഞങ്ങളുടെ നാമം മഹിമപ്പെടുവാൻ സ്വർഗമിടയാക്കണം. ആദ്യോടൊപ്പം പരിശുദ്ധാത്മാവും ദൈവം കൂടെ ഇരുന്നാണ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. മനോഹരമായ പാട്ട് കുഞ്ഞുങ്ങൾ ചേർന്ന് പാടുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സ്നേഹതീരം ഫാമിലിയുടെ സ്നേഹ വന്ദനം ചൊല്ലിക്കൊണ്ട് കുഞ്ഞുങ്ങൾ പാടുന്നു എല്ലാ നല്ല ദാനങ്ങളും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ. Hallelujah. Praise the Lord. Hallelujah. Praise Jesus. Hallelujah. 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 Praise Jesus. Hallelujah. Hallelujah.
ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി പിന്നെയും ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ സന്തോഷമായി കരുതുന്നവർ കാണുന്നവർ കരകളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ദൈവം ആമേൻ നല്ല ദാനങ്ങളെ കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ ഇടയായിരുന്നവർ ഒരിക്കൽ കൂടെ കരകളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആമേൻ ഒരിക്കൽ കൂടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അവിടുന്ന് നൽകിയ എല്ലാ നല്ല ദാനങ്ങൾക്കും നന്ദിയുള്ളവരായി ആമേൻ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കി ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന വചന ശുശ്രൂഷയിൽ ആമേൻ അതെ പങ്കാളിത്തം വഹിക്കുവാൻ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തി കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് പാടുവാൻ മനസ്സുവെച്ച എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ട് ഇന്ന് രാത്രിയിൽ ലൈവിൽ ആയിരിക്കുന്ന വരും ദിവസങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിൽ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിയോടൊപ്പം പരിശുദ്ധാത്മാവ് ദൈവം കൂടിയിരിക്കണം. വചനത്തിന്റെ ആഴങ്ങൾ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകണം. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ജനത്തെ കൈപിടിച്ചുയർത്തണം. ആരെങ്കിലും നിരാശരായി ദുഃഖിതരായി ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഇരുന്നവരും ഇരിക്കുന്നവരും ആമേൻ അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വരും ദിവസങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ശുശ്രൂഷയ്ക്കായി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നൽകിയ വചനം വായിച്ച് ആരംഭിക്കുന്നു. യാക്കോബിനെഴുതിയ സ്തോത്രം പറയുവാൻ കടപ്പെട്ടവരാ. Thank you, Father. Hallelujah. Thank you, Jesus. Hallelujah. ദൈവം ആമേൻ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ കടപ്പെട്ടവരാണ് ഞാൻ നിങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം എന്ന ആമേൻ യാഗം അർപ്പിക്കുന്നവൻ അധരഫലം ഹല്ലേലൂയ അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ആമേൻ കേൾവിക്കാരായി ഇരിക്കുന്നവർ ശ്രോതാക്കളായി ആമേൻ ഇരിക്കുന്നവർ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കാരണം അവൻ നല്ല ദാനങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. വായിക്കാം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. എല്ലാ നല്ല ദാനവും തികഞ്ഞ ആമേൻ ഹല്ലേലൂയ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. കരമടിച്ച് കർത്താവിന് മകത്തിന് കൊടുത്താൽ അവന് വികാരമോ ഗതിഭേദത്താലുള്ള അച്ഛാദാനമോ ഇല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ, വിശ്വാസമുള്ളവർ, ആമേൻ പ്രതീക്ഷയോടായിരിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. എല്ലാ നല്ല ദാനവും എല്ലാ തികഞ്ഞ വരവും ആമേൻ ഒക്കെയും ഹല്ലേലൂയ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ലോക രക്ഷകനായ യേശു ക്രിസ്തു വെളിച്ചമായി ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. ആമേൻ ഇരുളിലും അന്ധ തമസിലും തപ്പി തടഞ്ഞ ഒരു ജനം ഹല്ലേലൂയ വലിയൊരു വെളിച്ചം കണ്ടു. ഹല്ലേലൂയ. ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാൻ കൃപ ലഭിച്ച അന്ധകാരത്തിൽ കടന്ന എന്നെയും നിങ്ങളെയും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഗുണിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത് രാജകീയ പുരോഹിത വർഗമാക്കി വിശുദ്ധ വംശമാക്കി സ്വന്തം ജനമാക്കി തീർത്ത സർവ കൃപാലുവായ ദൈവത്തിന് കരമടിച്ച അധരങ്ങളെ തുറന്ന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. അവൻ എല്ലാ നല്ല ദാനവും ഹല്ലേലൂയ അവൻ തികഞ്ഞ എല്ലാ ദാനവും ഹല്ലേലൂയ
മുകളിൽ നിന്നുള്ളതാണ്. ഹല്ലേലൂയ, ആമേൻ. അതെ, വെളിച്ചത്തിങ്കിൽ നിന്ന്, ആമേൻ, സാക്ഷാൽ വെളിച്ചമായ ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇരുളിൽ തപ്പിത്തടയുന്ന ഒരു വ്യക്തിയെ പോലെ എങ്ങനെ ജീവിതം മുമ്പോട്ട് അതെ തള്ളി നീക്കണമെന്ന് ചിന്തിച്ച് ഒതുങ്ങി പോകുവാനല്ല, കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ഇവിടെ നിന്ന് എടുക്കപ്പെടുമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന കൂട്ടര്, അവര് പാതയ്ക്ക് പ്രകാശമായി, ഹല്ലേലൂയ, പാതയ്ക്ക് വെളിച്ചമായി, ഹല്ലേലൂയ, ജീവന്റെ വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്, ഹല്ലേലൂയ, ആമേൻ, കൂടെ ഇരുന്ന് ആമേൻ നയിക്കുന്ന ദൈവം ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ, ആ വെളിച്ചത്തിൽ ജീവിക്കുവാൻ, ആ വെളിച്ചത്തിൽ വസിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ മൗനമായിരിക്കാതെ ഇന്ന് രാത്രി എല്ലാ നല്ല ദാനവും ഓർത്തുകൊണ്ട് പാടിയതുപോലെ തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ ആ ദൈവത്തിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിരാശ മാറത്തക്ക വിധത്തിൽ, വേദന മാറത്തക്ക വിധത്തിൽ, ആകുലത മാറത്തക്ക വിധത്തിൽ ഇരുളിനെ വെളിച്ചമാക്കുവാൻ അധികാരമുള്ളവൻ നിന്റെ കഷ്ടതയെ, നിന്റെ കണ്ണുനീരിനെ, നിന്റെ തിക്ത അനുഭവങ്ങളെ, ആമേൻ, നിന്റേതാകുന്ന സമസ്ത മേഖലകളെ, ആമേൻ, അതേ നേരായി, ആമേൻ, മുൻപോട്ട് നയിക്കുവാൻ ശക്തനായ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നീ കുരുടനെ പോലെ അത് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ഒരു മൂലയിൽ ഇരുന്ന് കരയുവാൻ അനുവദിക്കുന്നവനല്ല, കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ അധികാരമുള്ളവൻ. ഹല്ലേലൂയ, ദാവീദുപുത്രാ, എന്നോട് കരുണ കരുണകാണിക്കണമെന്ന് നിലവിളിച്ചപ്പോ ഭർത്തമായുടെ ഹല്ലേലൂയ ആമേൻ കണ്ണിന് കാഴ്ച കൊടുത്തവർ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ, ദൈവിക ദാനങ്ങൾ എല്ലായ്പ്പോഴും ഹല്ലേലൂയ നല്ലതും അതിൽ തന്നെ പൂർണ്ണവുമായിരിക്കും. ഹല്ലേലൂയ, പാപത്താൽ അതിനെ ഒരു പോരൻ പോലും ഏൽപ്പിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ, പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഹല്ലേലൂയ, മനുഷ്യൻ ദൈവിക ദാനങ്ങളെ പാപപ്രവർത്തിക്ക് മുഖാന്തരമാക്കുന്നുവെങ്കിൽ അതിന് ദൈവം ഒരിക്കലും ഉത്തരവാദി അല്ല. ഇന്ന് പകലിലും പാപത്തെ ആമേൻ അതെ പാൽപോലെ സേവിച്ച് നിത്യ നരകത്തിലേക്ക് യോഗ്യരായി അനേകര് ആമേൻ അതെ ഓടി ആമേൻ വഴി തളർന്ന് ആമേൻ വീണ് ആമേൻ ഇല്ലാതായപ്പോൾ ഹല്ലേലൂയ, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ലോക രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നിന്നെ ആമേൻ അതെ വലവിരിച്ച് അതെ കെണിയിൽ കുരുക്കി തകർക്കുവാൻ പതിയിരുന്ന ദുഷ്ടപിശാചിൽ നിന്ന് വിട്ടുകൊടുക്കാതെ തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് പകലിലും ജീവിച്ച് സന്തോഷത്തോടെ ഈ രാത്രിയിലായിരിക്കാൻ കൃപ നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഹല്ലേലൂയ, വെളിച്ചത്തിന്റെ സിട്ടാവും ഹല്ലേലൂയ ദാതാവും ആമേൻ അതെ ദൈവമാണ്. ഹല്ലേലൂയ, ഭൗതികമായ വെളിച്ചമുണ്ട്, ആത്മീയമായ വെളിച്ചമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ സർവശക്തനായ ദൈവം ആമേൻ ഇരുൾ നിറഞ്ഞ ഭൂമിയെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. ഹല്ലേലൂയ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ശൂന്യതകളെ നികത്തുവാൻ ശക്തനായ ദൈവം, ശൂന്യതകളെ കാണുവാൻ ഇരുളിനെ ഭേദിച്ച് വെളിച്ചത്തെ സൃഷ്ടിക്കുവാൻ ശക്തനായ ദൈവം ഇന്ന് രാത്രി നിന്റെ വീട്ടിലെ ശൂന്യതകളെ നികത്തുവാൻ അതേ ശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ അവിടുത്തെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ ഇരുള് മാറി വെളിച്ചം അതേ ഉദിക്കുവാൻ തക്കവണ്ണം ഇടയാകും. നിന്റെ ജീവിതത്തിലെ നിന്ന മാറി, നിന്റെ ജീവിതത്തിലെ കഷ്ടത മാറി, നിന്റെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറി, നിന്റെ ജീവിതത്തിലെ ആമേൻ ദുഃഖം മാറി, ഓ സമാധാന സന്തോഷം അത് ഉയർച്ച അഭിവൃദ്ധി പ്രാപിക്കത്തക്ക വിധത്തിൽ ഉയരത്തിലെ ശബ്ദത്താൽ ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ അത് കേൾക്കുന്ന വചനം അത് നിന്റെ ജീവിതത്തെ ആമേൻ അതെ പുഷ്ടിപ്പെടുത്തുവാൻ, നിന്റെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ, നിന്റെ തലമുറകളെ വിടുവിക്കുവാൻ, നിന്റെ കൂടപ്പിറപ്പിനെ അനുഗ്രഹിക്കുവാൻ, നിന്റെ ദേശത്തെ നിന്നയെ ഉരുട്ടി നീക്കുവാൻ ശക്തിയുള്ള ഉന്നത ജീവന്റെ വചനം ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ വിശ്വസിക്കുക, അത് മനുഷ്യനാൽ അസാധ്യമായത് എന്റെ ദൈവത്താൽ സാധ്യമാണ്. അത് ബലഹീനമായ നിന്നെ ബലമുള്ളതാക്കി മാറ്റുവാൻ ശക്തനായ ദൈവം ഇന്ന് രാത്രി ആമേൻ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. എന്തിനാ വെളിച്ചമുണ്ടായത്? പകലും രാവും തമ്മിൽ വേർപിരിവാൻ. ഹല്ലേലൂയ, അതേ ഇരുളും ആമേൻ അതേ വെളിച്ചവും തമ്മിൽ വേർപിരിയുവാൻ, പകലും രാവും തമ്മിൽ
വേർപിരിയുവാൻ ഹല്ലേലൂയ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ആമേൻ ഉതകട്ടെ. ഹല്ലേലൂയ. ചുമ്മാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം അതേ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആമേൻ വിളിച്ചു വരുത്തിയതല്ല. സ്നേഹിത, സഹോദര, സഹോദരി, കുഞ്ഞെ, അഭിഷക്തനെ, ആമേൻ ഇരുൾ നിറഞ്ഞ ലോകത്ത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം വിളിച്ചു വരുത്തിയതിന്റെ പിന്നിൽ ദൈവത്തിന് പ്ലാൻ ഉണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്താണ് പ്ലാൻ? എന്താണ് പദ്ധതി? ആമേൻ കാലങ്ങൾ, ഹല്ലേലൂയ, ദിവസങ്ങൾ, സംവത്സരങ്ങൾ. ആമേൻ 2021 നൂറ്റാണ്ടിലേക്ക് എത്തിയിരിക്കുന്ന 2021 വർഷത്തിലേക്ക് എത്തിയിരിക്കുന്ന ദൈവമക്കളെ, കാലങ്ങൾ, ആമേൻ ദിവസങ്ങൾ, ആമേൻ വേർതിരിക്കുവാൻ അതേ രാവും പകലും ദൈവം സൃഷ്ടിച്ചു. എന്തിനാണ് രാവ്? എന്തിനാണ് പകല്? ഹല്ലേലൂയ. പകലിൽ മനുഷ്യൻ അധ്വാനിക്കണം, രാത്രി വിശ്രമിക്കണം. ഹല്ലേലൂയ. അത് വിശ്രമം കൂടാതെ കണ്ട് ആർക്കും സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയില്ല. രാവെന്നോ പകലെന്നോ ഇല്ലാതെ, വിശ്രമമില്ലാതെ വെട്ടിപ്പിടിക്കുവാൻ ഓടുന്ന വ്യഗ്രതയിൽ പലരും തലവിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹിത, നിന്റെ ജീവിത യാത്രയിൽ നിനക്ക് നഷ്ടപ്പെടുവാൻ ദുഷ്ടപിശാച് പലതും ആമേൻ അതേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പ്രിയമുള്ളവരെ, ഭൂമിയെ പ്രകാശിപ്പിക്കുവാനാണ് ആകാശവിധാനത്തിൽ ആമേൻ ദൈവം വെളിച്ചങ്ങൾ ആമേൻ സൃഷ്ടിപ്പാൻ തക്കവണ്ണമിടയായിരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് ആമേൻ കേട്ടാൽ പ്രകൃതിക്ക് പോലും ആമേൻ അനുസരിക്കുവാൻ കഴിയത്തില്ല. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ യേശു കർത്താവിനെ കണ്ടിട്ട് പറഞ്ഞു, കാറ്റ് പോലും കടൽ പോലും ആമേൻ അവനെ അനുസരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അനുസരണം കെട്ടവർ നിത്യ നരകത്തിലേക്ക് ആമേൻ അവൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തിയ പിതാവിന്റെ ആമേൻ ബലമുള്ള കൈക്കീഴിൽ താണിയിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തി മാനിപ്പാൻ ശക്തനാണെന്ന് വിളിച്ചറിഞ്ഞ പത്രോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതിയ ലേഖനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു, തക്ക സമയത്ത് ഉയർച്ച പ്രാപിക്കുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവിൻ. ഹല്ലേലൂയ. എന്തിനാണ് പ്രകാശം? ഭൂമിയെ പ്രകാശിക്കുവാൻ. അത് ഭൂമിയെ എന്തിനാ പ്രകാശിപ്പിക്കുന്നത്? ഭൂമി സമാധാനത്തോടെ, സന്തോഷത്തോടെ, അതേ ഭൂമിയിലുള്ള സകല സൃഷ്ടി ജാലങ്ങൾ ആമേൻ തമ്മിലടിച്ച് അതേ കൊലപാതകം ചെയ്ത് അതേ അവസാനിക്കാതിരിക്കുവാൻ, സ്നേഹത്തോടെ കഴിയുവാൻ, അതേ ഇരുളിനെ നീക്കി വെളിച്ചത്തെ ഉദിപ്പിക്കുവാൻ ദൈവം അതേ തന്റെ വാക്കിനാൽ വെളിച്ചത്തെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആമേൻ. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. നോക്കിക്കേ, സിട്ടാവാം ദൈവം ഹല്ലേലൂയ വളരെ മനോഹരമായ നിലയിൽ ഹല്ലേലൂയ. അതേ പകൽ വാഴേണ്ടതിന് സൂര്യൻ വെളിച്ചം മാത്രമല്ലെന്നേ, ഇവിടുത്തെ മനുഷ്യന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഓക്സിജൻ അവൈലബിൾ ആകണമെങ്കിൽ ഇവിടെ ഹല്ലേലൂയ അതേ വൃക്ഷങ്ങൾ ഹല്ലേലൂയ ഓക്സിജൻ ആമേൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഹല്ലേലൂയ. ഓക്സിജൻ അത് ഉണ്ടാകണമെങ്കിൽ ഹല്ലേലൂയ ഓക്സിജൻ ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ വൃക്ഷങ്ങൾക്ക് സൂര്യന്റെ ചൂട് തട്ടണം. ഹല്ലേലൂയ. സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ വൃക്ഷങ്ങൾക്ക് ആഹാരം പാകം ചെയ്യുവാൻ കഴിയത്തില്ല. ആമേൻ. അങ്ങനെ സൂര്യൻ ആമേൻ അത് വൃക്ഷങ്ങൾക്ക് ആഹാരം ആമേൻ അത് പാകം ചെയ്യുവാനുള്ള ആമേൻ ശബ്ദം ആമേൻ ക്രമീകരണങ്ങൾ. ഹല്ലേലൂയ. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. ഇരുളിലും ആമേൻ മരണനിഴലിലും ഇരിക്കുന്നവർക്ക് ഹല്ലേലൂയ അതേ പ്രകാശം ആമേൻ അത് ലഭിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ഹല്ലേലൂയ ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് ഹല്ലേലൂയ പ്രകാശമായി ലോകത്തിന്റെ രക്ഷകനായി യേശു ക്രിസ്തു ആമേൻ ജനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നോക്കണമേ, പകലും രാവും തമ്മിൽ വേർതിരിക്കുവാൻ അതേ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ദൈവം ഈ ഇരുൾ നിറഞ്ഞ ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ക്രമീകരണങ്ങൾ ചെയ്ത ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവമാരെന്ന്, അപ്പനാരെന്ന്, അമ്മയാരെന്ന്, സഹോദരങ്ങളാരെന്ന്, മക്കളാരെന്ന് തിരിച്ചറിയാതെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന മാനവരാശിക്ക് സാക്ഷാൽ വെളിച്ചം ആരെന്ന് വെളിപ്പെടുത്തുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായി ക്രിസ്തു. എന്താ പാപം? എന്താ ഇരുള്? എന്താ വെളിച്ചം? അസത്വമ സത്യമയ, മൃത്യോമ അമൃതഗമയ, തമസോമ ജ്യോതിർഗമയ. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ശക്തിയുള്ള ദൈവമേ, അങ്ങ് എവിടെയാണ്? അസത്യം നിറഞ്ഞ ലോകത്തിൽ സാക്ഷാൽ സത്യമായ ദൈവമേ, അങ്ങ് എവിടെയാണ്? മരണം തളർന്നെട്ടി നിൽക്കുന്ന ഈ ലോകത്ത് സാക്ഷാൽ ജീവനായ ദൈവമേ, അങ്ങ് എവിടെയാണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ചൊല്ലിയ ഒരു ശ്ലോകം, ഹല്ലേലൂയ. ആ ശ്ലോകത്തിന്റെ അർത്ഥം ഒരേ ഒരു ദൈവം. ആ ദൈവം എവിടെയാ? ആ ദൈവം സാക്ഷാൽ വന്നെങ്കിൽ മാത്രമേ, ആ ദൈവത്തിന് മാത്രമേ ഈ ദുഷ്ട ലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആമേൻ മനുഷ്യനെ അതേ സഹായിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നോക്കണമേ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും ആമേൻ ഉണരുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന കാര്യങ്ങൾ, ആമേൻ അമ്മയും മക്കളും അപ്പനും ഹല്ലേലൂയ അതേ സന്തോഷത്തോടെ ജീവിച്ചു കാണുവാൻ ആഗ്രഹിച്ച സർവശക്തനായ ദൈവം ഓരോ ദിവസവും കാണുന്നത് കേൾക്കുന്നത് ഹല്ലേലൂയ. അമ്മ മകനെ, അതെ മകൻ മകള്, അല്ലെ കോടതികളിൽ കേസുകൾ, അറസ്റ്റുകൾ, കൊലപാതകങ്ങൾ, എന്തെല്ലാം ആമേൻ ദ്രവ്യത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി കൊല്ലാനും തല്ലാനും തിന്നാനും മടിയില്ലാത്ത വശത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് അമ്മയെ അമ്മയായും, അപ്പനെ അപ്പനായും, മകളെ മകളായും, ഭാര്യയെ ഭാര്യയായും, സഹോദരനെ സഹോദരനായും, സഹോദരിയെ സഹോദരിയായും, ആമേൻ അതെ അധ്യാപകന് അധ്യാപകനായും, വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയായും, ഹല്ലേലൂയ സുഹൃത്തിനെ സുഹൃത്തായും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുവാൻ കഴിയണമെങ്കിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം ആരെന്നറിഞ്ഞ് മനുഷ്യൻ ജീവിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇരുളിന്റെ മറവിൽ പലതും ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുന്ന ദുഷ്ട ലോകത്ത് ദുഷ്ട പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ആമേൻ മറ്റ് പല ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായി മനുഷ്യൻ ആമേൻ തമ്മിൽ അത് തല്ലി അതെ അധപ്പതിച്ച് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ഭയപ്പെടുത്തുന്ന എത്രയെത്ര സംഭവങ്ങൾ. സ്വന്തം മകന്റെ കഴുത്ത് അറുത്ത് കൊല്ലുന്നു, സ്വന്തം ആമേൻ അതെ അപ്പനെ വെട്ടി കൊല്ലുന്നു, അടിച്ച് നശിപ്പിക്കുന്നു, സ്വന്തം മാതാവിനെ ചവിട്ടി കൊല്ലുന്നു, സ്വന്തം ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയെ കരിങ്കൽ ഭിത്തികളിൽ എറിഞ്ഞു കൊല്ലുന്നു, കെട്ടി തൂക്കുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. എത്രയെത്ര ഭയാചകരമായ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ. സ്വയം ഇനി ജീവിക്കുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നവർ, സ്വയം ആമേ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നവർ, അങ്ങനെ ഓരോ ദിവസവും ആമേ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുകയും കാതിൽ കേൾക്കുകയും ചെയ്യുന്നത്. തികച്ചും ഭയാജനകമായ ഒരു അന്തരീക്ഷമല്ലേ നമ്മുടെ ചുറ്റുപാടും ഓരോ ദിവസവും അതേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് ഇന്ന് രാത്രി അതേ മരണം മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. അവൻ എനിക്ക് ജീവിക്കുവാൻ ഒരു വഴിയുമില്ല. എന്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, എന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ, എന്റെ ബിസിനസിനോടുള്ള ബന്ധത്തിൽ അവൻ ഇനി എനിക്ക് ഒരു വഴിയുമില്ല. എന്നെ സഹായിക്കാൻ ആരുമില്ല. എനിക്ക് നൽകിയവർക്ക് തിരിച്ചു കൊടുക്കുവാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് അതേ പ്രകാശമായി അതേ നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് മാനവരാശിക്ക് സമാധാനം നൽകുവാനാ, സന്തോഷം നൽകുവാനാ, ആമേൻ
സ്വസ്ഥത നൽകുവാനാ സ്നേഹിത കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പലസ്തീനായി ജനിച്ചത് ഈ സമാധാനമില്ലാത്ത, ഈ സ്വസ്ഥതയില്ലാത്ത, ഈ സന്തോഷമില്ലാത്ത ഈ ദുഷ്ട ലോകത്തായിരിക്കുന്ന മനുഷ്യന് നിത്യജീവൻ ഉണ്ടാകുവാൻ, നിത്യമായ സമാധാനം നൽകുവാൻ അവന് മാത്രമേ കഴിയത്തുള്ളൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തിയ യേശുവിന്റെ നാമം ഇന്നും വിടുവിക്കുവാൻ ശക്തിയുള്ള നാമമാ. സഹോദര സഹോദരി, കുഞ്ഞെ, എത്ര പരിഹരിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത വിഷയവുമായി നീറിപ്പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് യേശുവേ എന്ന് നീട്ടി ഒന്ന് നീ ഹൃദയംഗമായി വിളിക്കുവാൻ തയ്യാറായാൽ നിന്റെ വിളി കേട്ട് ഇറങ്ങി വന്ന് നിന്നെ സമാധാനത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ജനിച്ച ആമേൻ ഒരുവനേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമായി വന്നവൻ. അവനും ജീവനുണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിനോ അതിനെ പിടിച്ചടക്കിയില്ല. ഹല്ലേലൂയ. ലോകത്തിൽ ആർക്കും തല്ലിക്കെടുത്തുവാൻ കഴിയാത്ത നിലയിൽ ശക്തിയോടെ ആമേൻ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളിൽ ജയിക്കയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ വളർച്ചയെ തടയുവാൻ നോക്കിയവരെല്ലാം അമ്പയെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്നും ആ സഭ അതിന്റെ ശക്തിയോടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സഭയുടെ അംഗങ്ങളായി മാറുവാൻ തക്കവണ്ണം ആമേൻ കണ്ടിരിക്കുന്ന ദൈവമക്കളെ ദൈവം കൃപയാൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപത്തെ വെറുത്ത് ആമേൻ പാപിയെ സ്നേഹിക്കുന്ന ആമേൻ പാവന രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് നിർമ്മല മനസാക്ഷി ഉടമയാക്കി നിത്യജീവൻ അവകാശിയാക്കി സ്വർഗത്തിലെ പൗരത്വം നൽകി ദൈവമക്കളെന്ന പദവിയിൽ അത് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക്. ആത്മഭാരമുള്ളവർ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ഉറങ്ങി വെട്ടിപ്പിടിച്ച് അതിന്റെ മണിസൗധങ്ങൾ ഉണ്ടാക്കി ലോത്തിന്റെ ഭാര്യയെ പോലെ അത്ഭുതമായി പോകുവാൻ ആമേൻ ഇടയാകാതെ കർത്താവ് ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഞാനും എടുക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ വിശുദ്ധ ജീവിതം നയിക്കുന്നതോടൊപ്പം ആമേൻ അവിടെ ചെല്ലുമ്പോ ചിലത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവരായി നാം അനുഭവിക്കുന്ന സ്വസ്ഥത, നാം അനുഭവിക്കുന്ന സന്തോഷം, നാം അനുഭവിക്കുന്ന ആനന്ദം ആമേൻ എന്നിലൂടെ ഒരു വ്യക്തിയും കൂടെ എന്റെ തലമുറയും കൂടെ എന്റെ കൂടപ്പുറപ്പും കൂടെ അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അതേ ലോകത്ത് സ്വതോമിൽ നശിക്കപ്പെടുവാൻ പോകുന്നതിന് മുന്നമേ അതേ മനസ്സിലാക്കുവാൻ കൃപ ലഭിച്ച സ്നേഹിതനായ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ നിനക്ക് ചില വെളിപ്പാടുകൾ നൽകി തരുവാൻ നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവനാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായാൽ അനന്ത ആമേനിന്റെ വീട്ടിനപ്പുറത്ത് സംഭവിക്കുന്നത് ലോകത്തിൽ ആർക്കും വെളിപ്പെട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന നിനക്ക് സ്വർഗം വെളിപ്പെടുത്തോ. അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നീ പറയുവാൻ തയ്യാറായ നിന്റെ ശബ്ദം കേൾക്കുന്നവർ, നിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നീ ഉറങ്ങിക്കാൻ സമയം ചെലവഴിക്കാതെ, നീ ലോകത്തിന്റെ മോഹങ്ങളിൽ സമയം ചെലവഴിക്കാതെ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട നീ നിന്നെ ഏൽപ്പിച്ച ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരവിന് മുമ്പ് ശിഷ്ടായുസ് നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പുച്ഛിക്കുന്നവർ പുച്ഛിച്ചോട്ടെ, വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അഭിപ്രായം പറയുന്നവർ അഭിപ്രായം പറഞ്ഞോട്ടെ. എന്നാൽ പുച്ഛിച്ചവരുടെ മുമ്പിൽ, വിമർശിച്ചവരുടെ മുമ്പിൽ മഴ പെയ്യാതിരുന്നില്ല, പെട്ടകം പൊന്താതിരുന്നില്ല, പെട്ടകത്തിനകത്ത് കയറിയ നോഹയും കുടുംബവും രക്ഷ പ്രാപിക്കാതിരുന്നില്ല. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ ആമേൻ. ലോകം
അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സത്യവചനത്തിന്റെ നിവൃത്തി അതേ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്ക് പോരാട്ടങ്ങൾ വർദ്ധിക്കോ, നിനക്ക് പ്രതികൂലങ്ങൾ വർദ്ധിക്കോ, നിനക്ക് കഷ്ടതകൾ വർദ്ധിക്കോ, നിനക്ക് എതിരാളികൾ എഴുന്നേൽക്കോ. എന്നാൽ നീ ഒറ്റയ്ക്കല്ല. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നീ വിശുദ്ധനായിരുന്നെങ്കിൽ മാത്രമേ നിന്റെ കൂടെ വാഴത്തുള്ളൂ, നിന്റെ കൂടെ ഇരിക്കത്തുള്ളൂ. ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ അത് യോബിനെ പോലെ അതെ എന്ത് കഷ്ടത വന്നാലും, എന്ത് നഷ്ടം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും അത് യോബ് തന്റെ ദൈവത്തോട് പാപം ചെയ്യുവാൻ തയ്യാറാകാതെ ഈ മഹാപാപം ഞാൻ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഓടിയ യോസേഫിനെ പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിക്കുവാൻ തക്കവണ്ണം അതേ ദാനിയേൽ തീരുമാനിച്ചതുപോലെ രാജാവ് കൊടുക്കുന്ന വീഞ്ഞു കൊണ്ടോ അവൻ കൊടുക്കുന്ന ആഹാരം കൊണ്ടോ ഞാൻ എന്നെ തന്നെ ആശുദ്ധനാക്കി എന്റെ പൂർവ്വ പിതാക്കന്മാർ നിമിത്തം ഈ പ്രവാസത്തിൽ അത് പിടിക്കപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് കഴിഞ്ഞ അതേ എന്നെ പോലെ എന്റെ തലമുറകളും ആകാതിരിക്കേണ്ടതിന് അവൻ തീരുമാനമെടുത്ത് ജീവിക്കുവാൻ തയ്യാറായതുകൊണ്ട് ദാരിയാവേശി രാജാവിന്റെ കാലത്ത് കോരശിന്റെ കാലത്തും ശുഭകരമായ ജീവിതം നയിക്കുക മാത്രമല്ല അക്കാലത്ത് ജീവിച്ചിരുന്ന ശകരവാദികളും മന്ത്രവാദികളും അമ്മയെ രചിച്ച് പരാജയപ്പെട്ടു പോകത്തക്ക വിധത്തിൽ രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് രാജാവ് പറഞ്ഞു, ദാനിയേലിനെ പോലെ ദാനിയേലിന്റെ ദൈവമല്ലാതെ ഇനി ഒരു ദൈവമില്ല. ദാനിയേലിനും കൂടെയുള്ളവർക്ക് ആദരണീയമായ അനുഭവങ്ങൾ അതേ കൊടുത്തതുപോലെ മാനിക്കപ്പെടുവാൻ സമയമായി. നിന്ന് സഹിച്ചു മടുത്തു, കഷ്ടത സഹിച്ചു മടുത്തു. അത് എവിടെ നോക്കിയാലും അത് പിറുവെറുപ്പ, അത് അവഹേളനമാ, എവിടെ നോക്കിയാലും ഒറ്റപ്പെടുത്തല. എന്നാൽ ഒറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ മാനിക്കപ്പെടുവാൻ സമയമായി. വിശ്വസിക്കുന്നവർ തലമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത അവൻ ജീവനുണ്ടായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതേ കർത്താവായ യേശു ക്രിസ്തുവിൽ ഹല്ലേലൂയ അതേ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തെ വെളിപ്പെട്ട് കിട്ടിയ ദൈവമക്കൾ ഇന്ന് രാത്രി കേൾവിക്കാരെ പോലെ ഇരുന്ന സമയം നോക്കാതെ ഹല്ലേലൂയ ജീവനായവൻ വെളിച്ചമായവൻ അവനെ രുചിച്ചറിഞ്ഞവർ കരമടിച്ച് കർത്താവിൽ മഹത്വം കൊടുത്താട്ട് ഈ രാത്രിയുടെ മറവിൽ കൊലപാതകങ്ങളും ആത്മഹത്യകളും പിടിച്ചു പറയുകളും അക്രമങ്ങളും ലോകത്തെമ്പാടും നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിന്റെ പുറകിൽ അതേ അനേകരെ അത് തള്ളിയിട്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക പ്രവർത്തിക്കകത്ത് നിന്ന് ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടിവിൽ നിന്ന് കരയുന്ന മാതാവേ, പിതാവേ, സഹോദര, നീ അറിയുന്നില്ലെങ്കിലും നിന്റെ പ്രാർത്ഥന നിമിത്തം അവൻ ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. കാരണം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നിന്റെ പ്രാർത്ഥന കൊണ്ട് അത് രക്ഷിക്കപ്പെട്ട, നിന്റെ പ്രസംഗം കൊണ്ട് രക്ഷിക്കപ്പെട്ട, നിന്റെ ആരാധന കൊണ്ട് രക്ഷിക്കപ്പെട്ട ചില വ്യക്തികൾ അതേ സ്വർഗം സ്കാൻ ചെയ്ത് അതേ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ആയിരങ്ങൾ നിന്റെ മുമ്പിൽ കാണുന്നില്ലെങ്കിലും 10,000 ആമേൻ ഈ അന്തരീക്ഷ മന്ദിരത്തിലൂടെ ആമേൻ അതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സപ്ത തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ ആമേൻ ശക്തിയായി അതേ വ്യാപരിച്ച് ചില പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് ചില കുടുംബങ്ങളെ, ചില തലമുറകളെ, ചില കൂടപ്പറപ്പുകളെ പാപത്തിനകത്ത് നിന്ന് വേർതിരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആത്മാവിൽ കാണുവാൻ കഴിയുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അതേ കുറേക്കാരനായ ശ്രീമാൻ അതെ ആ കർത്താവ് ക്രൂശിൽ അതേ യാഗമായി തീരുവാൻ എടുത്തുകൊണ്ട് പോകുന്ന കുരിശ് ഒന്ന് താങ്ങുവാൻ ആ തോളൊന്ന് കൊടുത്തത് കൊണ്ട് അവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് രാത്രി ഈ കൂട്ടായ്മ നിമിത്തം അതേ അനേകര് അതേ സന്ദേശം കേൾക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഇത് ഷെയർ ചെയ്യുവാൻ മനസ്സ് വെച്ച, ഇതിനു വേണ്ടി 1 രൂപ മുടക്കുന്ന, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇതിനു വേണ്ടി സ്തോത്രം പറയുന്ന സഹോദര സഹോദരി, അമ്മേ, കുഞ്ഞെ, നീ അനുഗ്രഹിക്കപ്പെടുകയാ. നീ മാത്രമല്ല, നിന്റെ തലമുറ നിത്യത കാണുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നിന്ന് തലമുറയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയാ. ആമേൻ. അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, സ്വന്തം മഹിമയ്ക്ക് വേണ്ടിയല്ല, സ്വന്തം പേരിനോ പെരുമയ്ക്കോ വേണ്ടിയിട്ടല്ല, അത് നിത്യതയ്ക്ക് വേണ്ടി. അതേ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ അതേ ഈ ക്രമീകരണങ്ങൾ ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന്റെ സകല മഹത്വവും മാനവും
പുകഴ്ചയും അർപ്പിക്കുകയാ. എന്റെ ശബ്ദം കൊണ്ട്, ആമേൻ, എന്റെ ശരീരം കൊണ്ട്, എന്റെ ആമേൻ അതേ സകല ആമേൻ പ്രയത്നങ്ങൾ കൊണ്ട് മാത്രമാകത്തില്ല. എന്നോടൊപ്പം ആമേൻ ചിലരും കൂടെ അത് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും തളരാതെ കണ്ട്, അത് ക്ഷീണിക്കാതെ കണ്ട്, ആമേൻ പ്രതികൂലങ്ങളുള്ള, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. ആമേൻ ഈ ലോകത്ത് പണത്തിന്റെ പെരുപ്പം കൊണ്ടല്ല, പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടല്ല, ഇതെങ്ങനെ ചെലവഴിക്കണമെന്നുള്ള ചിന്താഗതി കൊണ്ടല്ല, ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആമേൻ സമാധാനം അനുഭവിക്കുന്നത് കൊണ്ടാണ് ആമേൻ ഇന്ന് രാത്രി ഈ സൗജന്യമായി ലഭിച്ച ഈ ആമേൻ ആമേൻ സൗഭാഗ്യത്തെ, ഈ സന്തോഷത്തെ ഹല്ലേലൂയ പ്രതിഫലം ഇച്ഛിക്കാതെ കണ്ട് ആമേൻ ആത്മഹത്യ ശാശ്വത പരിഹാരമല്ല, ഒളിച്ചോട്ടം പരിഹാരമല്ല. അത് ഇരുളിലും മരണനിഴലിലും ആയിരുന്നവർക്ക് ഉദിച്ച ആ വെളിച്ചം രക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ലോകം അറിയണം, താങ്കൾ അറിയണം. അറിയാതെ പോകരുത്. ഇന്ന് രാത്രി ആ സതുദ്ദേശത്തോടുകൂടെ ചെയ്യുന്ന ഈ ശുശ്രൂഷയോട് ആമേൻ കൂട്ടായ്മ കാണിക്കുന്ന കൈത്താങ്ങലാകുന്ന സകലരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഹല്ലേലൂയ. ന്യായവിധി, ആമേൻ, അത് ഒരു ന്യായവിധിക്ക് വേണ്ടി ലോകം അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിത, ദൈവ ഭവനത്തിൽ ന്യായവിധി ഹല്ലേലൂയ സംഭവിക്കാതിരിക്കേണ്ടതില്ല. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. നീ ദൈവസഭയുടെ അംഗമാണോ? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഹല്ലേലൂയ. നീ ലോകത്തെ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നുവെങ്കിൽ ലോകം ഇരുള. ഹല്ലേലൂയ. ലോകത്തിൽ ഇത്രമാത്രം പാപപ്രവൃത്തികൾ, ഇത്രമാത്രം അരാജകത്വം, ഇത്രമാത്രം ആമേൻ ലൈംഗികമായ അതേ ആമേൻ അത് കുറ്റകൃത്യങ്ങൾ, ഇത്രമാത്രം പിടിച്ചുപറികൾ, ഇത്രമാത്രം കൊലപാതകങ്ങൾ, ഇത്രമാത്രം അധപ്പതിക്കുവാൻ കാരണം ലോകം ഇരുളിൽ ആമേൻ അതേ മുങ്ങിക്കിടക്കുകയാണ്. ഹല്ലേലൂയ. പല കുടുംബങ്ങളിലും സ്വസ്ഥതയില്ല, പല വ്യക്തികളിലും സ്വസ്ഥതയില്ല, സമാധാനമില്ല, മണിസൗധങ്ങളുണ്ട്, അതിനകത്ത് സ്വസ്ഥതയില്ല. ആമേൻ കീരി പാമ്പും പോലെയാ. ആമേൻ അതേ വ്യക്തി വൈരാഗ്യങ്ങളാ. ആമേൻ കൊലപാതകങ്ങൾ നടക്കുകയാ. വെളിലോകം അറിയുന്നത് അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിലൂടെയാ, നെറ്റിലൂടെയാ, മീഡിയയിലൂടെയാ, മാധ്യമങ്ങളിലൂടെയാ. ആമേൻ സ്നേഹിത, നിന്റെ കുടുംബത്തിനകത്ത് ഈ തകർച്ച സംഭവിക്കുന്നതിന് മുമ്പ് തകർക്കുന്നവന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുവാൻ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുവാൻ തക്കവണ്ണം ആമേൻ ദൈവം ആരെന്ന് നീ അറിയേണ്ടതിന് ആമേൻ പിതാവിനെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകുക. ഹല്ലേലൂയ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചത് ദൈവം. യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതുകൊണ്ടത്രേ ഇന്ന് രാത്രിയിലും വെച്ചുകൂടാതെ ഈ മാറ്റമില്ലാത്ത വചനം അത് ശക്തിയോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. ഹല്ലേലൂയ. ആമേൻ. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളിച്ചത് നിവർത്തിക്കാതിരിക്കുമോ? ഇന്ന് രാത്രി വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല. ദുഃഖിച്ചിരിക്കുന്ന നിനക്ക് സമാധാനം നൽകുവാൻ യേശു മതിയായവനാണ്. ഹല്ലേലൂയ. വിടേണ്ടതിനെ വിടണം. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കുകയാ, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. വ്യവസ്ഥാപരമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അത്രേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും വ്യാജം പറയത്തില്ല. അബ്രഹാമിനോട് ദൈവം വ്യാജം പറഞ്ഞില്ല. ആമേൻ. ഇസ്ഹാക്കിനോട് ദൈവം വ്യാജം പറഞ്ഞില്ല. പഴയ നിയമ ഭക്തന്മാരോട് ആരോടും ദൈവം വ്യാജം പറഞ്ഞില്ല. അവൻ ഉവെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ മഹത്വമായവൻ ഭോഷ്കു പറയുകയില്ല. ആമേൻ. അനുദപിക്കുകയുമില്ല. അനുദപിപ്പാൻ അവൻ മനുഷ്യനല്ല. പഴയ നിയമ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവായ ആമേൻ പിതാവായ ദൈവം പറഞ്ഞു, ഇസ്രായേലിന്റെ മഹത്വമായവൻ ഭോഷ്കു പറയുകയില്ല. അക്കാലത്ത് ആമേൻ ശൗമേലിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് പറഞ്ഞു. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ മോശയിലൂടെ ദൈവം സംസാരിച്ചു. സംഖ്യ പുസ്തകം 23-ന്റെ 19-ലൂടെ വ്യാജം പറവാൻ ദൈവം ഒരു മനുഷ്യനല്ല.
അതേ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഇസ്രായേലിന്റെ മഹത്വമായവൻ ഭോഷ്ക് പറയുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, ദൈവം നിത്യനാണ്. ഹല്ലേലൂയ. അവൻ വളരാൻ, ഹല്ലേലൂയ, അവൻ ശക്തിപ്പെടാനും ആവശ്യമില്ല. ഹല്ലേലൂയ. കാരണം അവൻ നിത്യനാണ്. ഹല്ലേലൂയ. അവന്റെ സ്വഭാവത്തിൽ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കാരണം അവൻ സമ്പൂർണനാണ്. ഹല്ലേലൂയ. ദൈവം തന്റെ മക്കൾക്ക് നല്ല ദാനങ്ങളോ വസ്തുക്കളോ നൽകുന്നവനാണ്. ഹല്ലേലൂയ. അവൻ, ഹല്ലേലൂയ, സൃഷ്ടിച്ച ഭൂമി പാഴായി ശൂന്യമായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മളൊക്കെ ആണെങ്കിൽ ആമേൻ, പഴയ വാഹനമാണെങ്കിൽ ഇനി അത് വേണ്ട എന്ന് വെച്ച് പുതിയതൊന്നും എന്ത് ചെയ്യും? ഹല്ലേലൂയ. ആമേൻ. നല്ല ആമേൻ ഡ്രസ് അല്ല എന്ന് തോന്നിയാൽ അത് വലിച്ചു കീറി കളഞ്ഞിട്ട് പുതിയ ഒന്നും എന്ത് ചെയ്യും? എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെ ആയിരുന്നില്ല. പാഴായ ഭൂമിയെ ആമേൻ അതേ നശിപ്പിക്കാതെ, ഹല്ലേലൂയ, അതിനെ പുതുക്കിപ്പെടുന്നത് അല്ല, അതിന് വേണ്ടുന്നതെല്ലാം നൽകി ശ്രേഷ്ഠമായ നിലയിൽ ഇന്ന് രാത്രി സ്നേഹിത നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകി നിന്നെ ജയത്തോടെ നടത്തുവാൻ ശക്തരായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ള സത്യം നീ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നിനക്ക് രക്ഷയാ, ഇന്ന് രാത്രി നിനക്ക് വിടുതല. ഇവിടെ മാത്രമല്ല, നിത്യമായ ആ സ്വർഗവും നിനക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അമോലിക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ച് ജനങ്ങളെയൊക്കെയും വാളിന്റെ വായ്ത്തലയിൽ നിർമൂലമാക്കി. ഹല്ലേലൂയ. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയും മേത്തരമായവയെ കുഞ്ഞാടുകളെ ഉത്തമമായൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. ഹീനവും നിസാരവുമായവയും ഒക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. നോക്കുക, ആമേൻ, ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ദൈവം കൊടുത്ത വ്യവസ്ഥയ്ക്കൊത്തവണ്ണം അവർ ജീവിക്കുവാൻ തയ്യാറാകാതെ അവരുടേതാകുന്ന ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം തയ്യാറായ ഒരു അവസ്ഥയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം, ഹല്ലേലൂയ, 8-9 വാക്യങ്ങൾ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം, അതിന്റെ 8-9 വാക്യങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ഈ ഭൂമിയിൽ വ്യവസ്ഥ പ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആമേൻ, വ്യവസ്ഥ അറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ദൈവപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അവന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അവന്റെ ശിഷ്യനായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ, അവൻ ഇരിക്കുന്നിടത്ത് ഞാൻ വന്ന് നിങ്ങളെയും കൊണ്ട് ഇരുത്താമെന്ന് പറഞ്ഞത് ശിഷ്യന്മാരോടാണ്. അതുകൊണ്ട് പഠിച്ച് വ്യവസ്ഥ പ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുന്നവരാണ് കർത്താവിന്റെ വരവെങ്കിൽ നിന്ന് ഇവിടെ നിന്ന് എടുക്കപ്പെടുവാൻ കൊണ്ടമിടയായി. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ചിന്തിച്ചിട്ട് ഒരർത്ഥവുമില്ലാതെ ജീവിതം അവസാനിപ്പിക്കുന്ന അനേകരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നീ ചിന്തിക്കേണ്ടത് ഉയരത്തിലെ വചനമാണ്. യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അപ്രയം, അവന്റെ വഴികൾ എത്ര അഗോചരമാകുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ അവന് മന്ത്രിയായിരുന്നവൻ ആരാ? ഹല്ലേലൂയ. അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആരാ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ മഹത്വം ആമേൻ കരയറ്റുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ ചിന്തകൾക്കോ ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ചിന്തകൾക്ക് ദൈവം സൃഷ്ടിച്ചതല്ല ആമേൻ ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിലുള്ള ആഴം അത്രമാത്രമാണ്. ഹല്ലേലൂയ. അതെ, യെശയ്യാവിന്റെ ആമേൻ പുസ്തകത്തിൽ ആമേൻ എഴുതിയ ആ പ്രവചനം, ഹല്ലേലൂയ, അതെ, ജീവിതത്തിൽ അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
അവന്റെ ചിന്തകളോട് പദ്ധതികളോടുകൂടെ ഹല്ലേലൂയ അത് ഉയർന്നു വരുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിക്കുവാൻ അതേ വിശ്വാസത്താൽ അതേ സമർപ്പിക്കപ്പെട്ടവർ ഇന്ന് രാത്രി പ്രത്യാശയില്ലാത്തവരെ പോലെ കരഞ്ഞ് അതേ തളർന്ന് ഒതുങ്ങി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവന്റെ തത്വങ്ങൾ ആമേൻ അതേ വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ മാനവരാശിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ വീണ്ടും ജനിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സത്യ വേദ പുസ്തകത്തിനകത്ത് അതേ പ്രതിപാദിച്ചിരിക്കുന്ന ആ വാഗ്ദാനങ്ങൾ അവകാശപ്പെടുവാൻ ഹല്ലേലൂയ എല്ലാ നിലയിലും അവകാശമുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ അവന്റെ മക്കളായി അവന്റെ സന്തതിയായി തീർന്നിരിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളാകുവാൻ കൃപ ലഭിച്ച് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിനെ മകത്വം കൊടുത്താട്ട് അവന്റെ സന്തതി എന്ന നിലയിൽ അവൻ വെറുക്കുന്നതിനെ വെറുക്കുകയും അവൻ സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നതിലൂടെ അവന്റെ എല്ലാ വാഗ്ദാനങ്ങളും അവകാശപ്പെടുവാൻ ഹല്ലേലൂയ നിങ്ങൾക്ക് അത് കഴിയും. ആമേൻ. അവൻ വെറുക്കുന്നതിനെ വെറുക്കണം, അവൻ സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കണം, അവൻ പറയുന്നത് അനുസരിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ കൊണ്ട് ഇരുത്തത്തുള്ളൂ. ഹല്ലേലൂയ. അതിനാൽ ആമേൻ പാപത്തെ വെറുക്കുന്നു, അവൻ തന്റെ പുത്രനായി യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പാപത്തെ വെറുക്കുകയും യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. അവനിൽ നിന്ന് നല്ലതും പരിപൂർണമായ എല്ലാ ദാനങ്ങളും എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിപ്പാൻ അതേ യോഗ്യനായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവർ, അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമായവർ എല്ലാ നാളും കൂടെയിരുന്ന അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു ഭക്തനെ അത് നയിപ്പാൻ ശക്തരായവർ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കാതെ യഹോവയെ കാത്തിരിക്കുന്നവരെ ശക്തീകരിക്കുന്ന ഉയരത്തിലെ ശക്തിയാണ് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, മാതാവേ പിതാവേ അഭിഷക്തരെ നിന്നെ ശക്തീകരിപ്പാൻ തക്കവണ്ണം ഉതകുന്ന ജീവന്റെ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ സ്ഥിതി മാറി, നിന്റെ അവസ്ഥ മാറി, നീ സമാധാനത്തോടെ സ്വസ്ഥതയോടെ കിടന്നുറങ്ങത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിവനായി ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് അനുകൂലമായി ചലിക്കുകയാ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറ. ഭാര്യയുടെ മുഖത്ത് നോക്കി പറ. ആമേൻ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. അതേ സഹോദരങ്ങളെ, ആമേൻ. ദൈവത്തെ ഭയപ്പെടുക, ദൈവവൈദ്യരായി ജീവിക്കുക, ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുക. ഭക്തൻ പറയുന്നത് ഇങ്ങനെയാ, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യും. ആമേൻ. നിന്റെ പക്ഷത്ത് യഹോവയുണ്ടെങ്കിൽ ഭയം കൂടാതെ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഭക്തനായ ദാവീദിന്റെ നേരെ കൊലവിളി ഉയർത്തി വിളിക്കുന്ന ശബ്ദം കേട്ട് ദാവീദ് ഭയപ്പെട്ടില്ല. കാരണം നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിൽ, ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരികയാ. ഇന്ന് രാത്രി നിനക്കെതിരെ അതേ കൊലവിളി നടത്തുന്ന ദുഷ്ടപിശാചിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ നീ ഭീരുവായിരിക്കുവാനല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. നീ ജീവിക്കുന്നുവെങ്കിലും നീ മരിക്കുന്നുവെങ്കിലും ക്രിസ്തുവിന് വേണ്ടി. മരണത്തിന്റെ ഭയമില്ലാത്തൊരു കൂട്ടരാ ദൈവമക്കൾ. ഹല്ലേലൂയ. കാരണം എന്താ? ആമേൻ. മരണത്തിനപ്പുറം ഒരു നിത്യത, അത് ഉറപ്പ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് എന്തില്ല? മരണത്തെ ഭയമില്ല. ഹല്ലേലൂയ. ആമേൻ. എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അകമൊഴിഞ്ഞ് അതേ സഹായിക്കുന്നവരോട് കൂടെ, ഹല്ലേലൂയ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അകമൊഴിഞ്ഞ് സഹായിക്കുന്നവർക്ക് വേണ്ടി, കർത്താവിന്റെ പേരിൽ വ്യാപാരം നടത്തുന്നവർക്ക് വേണ്ടിയല്ല, കർത്താവിന്റെ പേരിൽ ബിസിനസ് നടത്തുന്നവരെ സഹായിക്കുന്നവരുടെ കൂടെയല്ല. ആമേൻ. കർത്താവിന്റെ ആമേൻ നാമത്തില് ആമേൻ അതേ പല കലാപരിപാടികളും നടത്തുന്നവർക്ക് വേണ്ടിയല്ല, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി, കർത്താവിന്റെ നാമത്തെ ഉയർത്തുക, യേശുവിനെ ആമേൻ ലോകത്തിലേക്ക് എത്തിക്കുക. ഹല്ലേലൂയ. പ്രസംഗത്തിലൂടെ, പാട്ടിലൂടെ, ആരാധനയിലൂടെ എല്ലാറ്റിനേക്കാളും ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ സമസ്ത മേഖലയിൽ
ആമേൻ. ഒരു പാപി മാനസാന്തരപ്പെടുവാൻ ഉതകുന്ന ഒരു പാപി പാപത്തെ വെറുത്ത് നിത്യജീവൻ അവകാശിയാക്കി അവന്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ, കലർപ്പില്ലാതെ ജീവന്റെ വചനം വിളിച്ചു പറയുവാൻ അതേ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ ഹല്ലേലൂയ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. ഹല്ലേലൂയ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാ? ഹല്ലേലൂയ. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ സമർപ്പിക്കപ്പെട്ട പൗലോസ്ലീഹയെ അടിച്ച് ആമേൻ ഒന്നല്ല രണ്ടല്ല പലവട്ടം ഹല്ലേലൂയ ഓടയിൽ കൊണ്ടിട്ട് തീർന്നുവെന്ന് പോയെടുത്ത് നിന്ന് ഉയർപ്പിച്ച് അതേ പിന്നെയും ശക്തമായി കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് തീർന്നുവെന്ന് വിചാരിച്ചെടുത്ത് ആമേൻ അതേ കയ്യിൽ അണലികേറി ചുറ്റി തീർന്നുവെന്ന് വിചാരിച്ചെടുത്ത് ഹല്ലേലൂയ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ അതേ സമർപ്പിച്ച ഭക്തനോട് കൂടെ ഇരുന്ന് അതേ ശക്തിയോടെ അതേ മുൻപോട്ട് പോകുവാൻ ഉയരത്തിലെ കൃപയാ ഹല്ലേലൂയ നിറച്ച സ്വർഗത്തിലെ ദൈവം ആമേൻ ഇന്ന് രാത്രി അഭിഷക്തരെ കൂടെയുണ്ട്. സഹോദര കൂടെയുണ്ട്. മാതാവേ കൂടെയുണ്ട്. കൂടപ്പറപ്പേ കൂടെയുണ്ട്. അനുഭവിക്കുന്നവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ അരപടിപ്പടി കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ആരെയാ ഭയപ്പെടേണ്ടത്? ദൈവത്തെ ഭയപ്പെടണം. കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയിൽ ദൈവം അറിയാതെ അമ്മേ നമ്മളിൽ ആരും കൊഴിഞ്ഞു പോകുവാൻ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോഗം എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഇന്ന് രാത്രി വിശേഷതയുള്ളവരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ലോകം നിന്നെ പകയ്ക്കുന്നുണ്ടാകും. ലോകം നിന്നെ പുച്ഛിക്കുന്നുണ്ടാകും. നിന്നെ കാണുന്നവൻ കാർക്കിച്ചു തുപ്പുന്നുണ്ടാകും. പക്ഷേ അവനിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ അകത്തുണ്ട്. നീ ആരാണെന്ന് വൈകാതെ അറിയുവാൻ പോകുകയാണ്. ആമേൻ. രാജാവ് മാനിക്കുന്നവനെ ഇങ്ങനെ മാനിക്കുമെന്ന് കാണുവാൻ മോർദെഖായിലൂടെ ആമേൻ ഹാമാൻ അതേ കണ്ടത്. ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൽ തൂങ്ങി അവസാനിക്കത്തക്ക വിധത്തിൽ ആമേൻ ചരിത്രത്തിന്റെ താളുകളിലല്ല സത്യവേദ പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ പുച്ഛിക്കുന്ന, ആമേൻ പകച്ച്, ആമേൻ തള്ളുന്ന, ആമേൻ ഒട്ടക്കണച്ചിലിട്ട് തകർക്കാൻ നോക്കുന്ന സഹോദരങ്ങളുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താനാ ഇന്ന് നിന്നെ ആമേൻ അതേ ഇറക്കി വിട്ട് നിന്നെ ആമേൻ പഴിച്ച് ദുഷിച്ച് ആമേൻ നിന്നെ അകറ്റി ആമേൻ ഒരു വിധത്തിലും നിനക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ശാരീരികമായി മാനസികമായി നിന്നെ പീഡിപ്പിച്ച് ഒതുക്കിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ അതേ മുമ്പിൽ തന്നെ ആമേൻ എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്നുള്ള വചനത്തിന്റെ ആ ശക്തിയെ വെളിപ്പെടുത്തി ഹല്ലേലൂയ കർത്താവിന്റെ വരവിന് മുമ്പ് ഹല്ലേലൂയ ഈ ലോകത്തിൽ നീ നിന്ന സഹിച്ചെങ്കിൽ ഹല്ലേലൂയ നീ അനുഭവിച്ച നിന്നയ്ക്കൊരു പ്രതിഫലം ഇവിടെ നീ അനുഭവിച്ചിട്ടേ ഇവിടെ നിന്ന് നിന്നെ ദൈവം എടുക്കത്തുള്ളൂ. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കാൻ ഹല്ലേലൂയ. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. ഈ തിരിച്ചറിവുള്ള ദൈവമക്കൾ സമാധാനത്തോടെ കിടന്നുറങ്ങും, സന്തോഷത്തോടെ കിടന്നുറങ്ങും. ഹല്ലേലൂയ. ഈ സത്യം അറിയാത്ത, ഈ സത്യം ഉൾക്കൊള്ളാത്ത വ്യക്തികൾക്ക് ഉറക്കം വരത്തില്ല. പിന്നെ വിപരീതത്തിൽ പോയി ആമേൻ കാശ് കൊടുത്ത് വാങ്ങി കഴിച്ചു വന്നിട്ട് കിടന്നിട്ട് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോ അയ്യോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പിന്നെയും ഓടും. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്നും കണ്ണുനീരും ദുഃഖമാകും. ഹല്ലേലൂയ. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ, അനുഭവമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എന്റെ വൈരികൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ അനുഭവത്തിൽ നിന്നൊരു കാര്യം വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഒരിക്കൽ ദാവീദിന്റെ അടുത്തേക്ക് കയറി വന്ന സിംഹവും കരടിയും
അവന്റെ ആ ജോലി മേഖലയിൽ ആയിരുന്ന ആടുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് വന്നപ്പോൾ ആട് നഷ്ടപ്പെടാതിരിക്കാൻ, ആടിനെ പിടിക്കാതിരിക്കുവാൻ അത് നേരിട്ട് കേട്ടോ. ദാവീദ് നേരിട്ടപ്പോൾ ദാവീദല്ല വീണുപോയത്, ആമേൻ, ഇടറി വീണത് സിംഹവും കരടിയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ അതെ എബ്രയ ബാലന്മാരെ തീച്ചുളയ്ക്കകത്തേക്ക് എടുത്തെറിയുവാൻ സന്നദ്ധ കാണിച്ച് രാജാവിന്റെ കൽപ്പനയുമായി പോയവർ വെന്നുപോയി കേട്ടോ. ഹല്ലേലൂയ. അതെ, ഇസ്രായേലിനെ പീഡിപ്പിച്ച് തകർക്കുവാൻ പിന്തുടർന്ന ഫറവോനും കൂട്ടരും മുങ്ങിപ്പോയി കേട്ടോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ തകർക്കുവാ, നിനക്കെതിരെ പിന്തുടർന്ന ശത്രു നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിലംപരിചയായിക്കൊണ്ടിരിക്കുകയാ. തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. അതേ അതെ, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നിന്റെ നാശം കാണാൻ, നിന്റെ കൂടപ്പുറപ്പിന്റെ നാശം കാണാൻ, നിന്റെ ജീവിത പങ്കാളിയുടെ നാശം കാണാൻ, നിന്റെ ബിസിനസിന്റെ തകർച്ച കാണാൻ, നിന്റെ ആമേൻ അതെ അവസാനം കാണാൻ തുറിച്ചു നോക്കി നിൽക്കുന്ന ദുഷ്ടപിശാചിന്റെ മുമ്പില് അത് നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഭക്തൻ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുക, യഹോവയുടെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്റെ ബലം, ജീവന്റെ ബലം എന്റെ യഹോവയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇടറി വീഴും. ആമേൻ. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും തട്ടി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവരെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും എന്ത് ചെയ്യും? ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ആമേൻ മൗനമായിരിക്കുന്ന ഒരു യേശുവിനെ അല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യന്റെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ തള്ളിപ്പറയും. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യൻ തന്റെ അപ്പനോട്, ആമേൻ, മകളെ അമ്മയോടും മരുമകളെ അമ്മായിയോടും ഭേദിപ്പാനത്രേ ഞാൻ വന്നത്. എന്നാൽ മനുഷ്യരെ ഭയപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ ആമേൻ സ്ഥാനമില്ലാത്ത ഒരവസ്ഥയായി. ഹല്ലേലൂയ. പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്നത് ഹല്ലേലൂയ എന്തൊക്കെയാ ഈ ഭൂമിയിൽ? ഹല്ലേലൂയ. എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. എന്നാൽ അവന് ചെയ്യാൻ പറ്റാത്ത അനവധി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതെ, തന്റെ ജീവിത പങ്കാളിയായാലും തന്റെ കുടുംബത്തിൽ ഉള്ള വ്യക്തിയായാലും മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കരയാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അവരെ അല്പം കൂടെ മുമ്പോട്ട് ജീവനോടെ ഇരുത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ആമേൻ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ഹല്ലേലൂയ. ക്ഷണികമായ ഈ ജീവിതത്തിനുടമയായ മനുഷ്യന്റെ ജീവിതത്തിൽ അനവധി കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതിനകത്തൂടെ കടന്നു പോകേണ്ട മനുഷ്യന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇതിനപ്പുറം ഒരു നിത്യ ജീവനുണ്ട്. ആ നിത്യജീവനിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുവാനാണ് സാക്ഷാൽ വെളിച്ചമായ കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. തൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുമായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. പ്രിയമുള്ളവരെ, ഈ തിരിച്ചറിവുള്ള ആമേൻ അതെ പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കുവാൻ കൃപ ലഭിച്ച കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ ഈ അറിവുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അതേ നിയോഗത്തിൽ ആമേൻ പൗലോസിനെ കൊണ്ട് എഴുതിപ്പിച്ച് അവരെ ഗ്രഹിപ്പിച്ചു. ഇന്ന് രാത്രി നീ വചനം ഗ്രഹിക്കണം. ഹല്ലേലൂയ. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ആകയാൽ എന്റെ അനുകാരികൾ ആകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവിൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അവൻ പത്രോസിന്റെ അനുകാരിയായിരുന്നില്ലേ? കാരണം ഒന്നാമനായി കർത്താവ് വിളിച്ച് വേർതിരിച്ച ശിഷ്യൻ പത്രോസ് ആയിരുന്നല്ലോ. അവൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പത്രോസിനെ ചൂണ്ടിയിട്ട് നിങ്ങൾ പത്രോസിന്റെ അനുകാരികളാകുവാനല്ല പറഞ്ഞത്,
ഹല്ലേലൂയ. ആമേൻ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവിൻ. ഹല്ലേലൂയ. നോക്കുക, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ പിൻഗാമിയാ ജീവിക്കുവാൻ കൃപ ലഭിച്ച പൗലോസ്ലീഹ പറയുക, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായി തീർന്നത് പോലെ നിങ്ങളും എന്നിലൂടെ ക്രിസ്തുവിന്റെ അനുകാരികളാകുവിൻ. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കൂടിക്കൊള്ളുവിൻ. കഞ്ചുകവും വലിച്ച് വെള്ളം അടിച്ച് ഇലക്ഷനിൽ അടിയുണ്ടാക്കി മത്സരിച്ച് നേതാവാകുന്നവനെ അനുകരിക്കാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. താഴ്മയും വിനയവും സമർപ്പണവും. ആമേൻ. എന്റെ ഓട്ടം വെറുതെ ആകത്തില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച് ആമേൻ ക്രിസ്തുവേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് എല്ലാം ചപ്പന്നും ചവറന്നും വലിച്ചെറിഞ്ഞിട്ട് ഓടിയ പൗലോസ്. ഹല്ലേലൂയ. ഇന്നത്തെ ആമേൻ നേതാക്കന്മാര് വെട്ടിപ്പിടിക്കാവുന്നതെല്ലാം വെട്ടിപ്പിടിച്ച് എവിടെയെല്ലാം ആമേൻ ഡിപ്പോസിറ്റ് ചെയ്യാമോ അവിടെയെല്ലാം ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ആമേൻ അത് അനുഗമിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. പിന്നെയോ ഹല്ലേലൂയ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി. ഹല്ലേലൂയ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ആമേൻ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആയിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട്. ഇന്ന് രാത്രിയിലും കഷ്ടത നിന്റെ ജീവിതത്തിൽ വിടാതെ കണ്ട് അവൻ പിന്തുടരുന്നുണ്ടോ? ആ ക്രൂശിൽ കിടക്കുന്നവൻ നോക്കിക്കേ, ജനിച്ചപ്പോൾ തുടങ്ങിയ കഷ്ടമാണ്. എന്നാൽ ഉയർപ്പോടുകൂടെ അതെല്ലാം അവസാനിച്ചു. പക്ഷേ ആ കഷ്ടത്തിലായിരുന്നെങ്കിലും അവൻ ഒരു ദിവസം പോലും ആമേൻ കണ്ണുനീരും ദുഃഖവും പേറി ആമേൻ നിരാശപ്പെട്ട് ഒതുങ്ങിപ്പോകാൻ ദൈവം അനുവദിച്ചില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടെ പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നു. ഹല്ലേലൂയ. അപ്പോ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആയിരിക്കുന്ന അഭിഷക്തന്മാരെ, ദൈവമക്കളെ, രാവും പകലും ഓവർ ടൈം വേല ചെയ്യാൻ സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ദൈവമക്കളാണ്. അത് ഇവിടെ മട്ടുപ്പാവ് കെട്ടിപ്പൊക്കാൻ, ബാങ്കിൽ സമ്പാദിക്കാൻ ഉറക്കളച്ച് ജോലി ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. കർത്താവ് ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ എടുക്കപ്പെടുന്നവരെ ഉദ്ദേശിച്ച് ആമേൻ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന അഭിഷിക്തന്മാർ, ദൈവമക്കൾ ആമേൻ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോ ആമേൻ കുറുക്കം വലിച്ച ആ കൂട്ടത്തിൽ കിടന്നുറങ്ങാതെ അരുമനാഥനെ നോക്കിക്കേ. ആമേൻ ദൈവസന്നിധി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃക ആക്കി തരേണ്ടതിനത്രേ. ഹല്ലേലൂയ. ദൈവം ആമേൻ ഈ ഭൂമിയിലായിരുന്നപ്പോ ഹല്ലേലൂയ ആമേൻ മാതൃകപരമായി ജീവിക്കുവാൻ തക്കവണ്ണം തന്റെ പുത്രന് കൃപ കൊടുത്തു. ഹല്ലേലൂയ. കൃപ ലഭിച്ചവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിലുള്ള എല്ലാവരും കാണുന്നില്ലെങ്കിലും സ്വന്തം വീട്ടിലെ ആമേൻ ഭാര്യയും മക്കളെങ്കിലും കാണട്ടെ. ആമേൻ എന്റെ അച്ചാച്ചൻ കർത്താവിന്റെ വേലയിലുള്ള ആളാ, രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. കരയുന്നത്. ഹല്ലേലൂയ. അതെ, പ്രസംഗിക്കുന്നത്, പാടുന്നത്, ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സഹോദരി, ആമേൻ കുടുംബത്തിലുള്ള മക്കൾ കാണട്ടെ, മാതാവേ കാണട്ടെ. അതെ, രാത്രിയുടെ യാമങ്ങളിൽ അതെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം ധ്യാനിക്കുന്നത്. അങ്ങനെയുള്ള കുടുംബമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 34-ാം അധ്യായം വാക്യം, 10-ാം അധ്യായം 34-ാം വാക്യം. അപ്പോൾ പത്രോസ് വായിച്ചു പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷ ഇല്ല എന്ന്. നമ്മുടെ ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണ്ഡിതനെന്നോ പാമനരെന്നോ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ
ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് പക്ഷഭേദമില്ലെന്ന്. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. എന്നാ ഈ ലോകത്ത് പലർക്കും മുഖപക്ഷമുണ്ട്. അവർക്ക് അത് മതി, അവൻ അത് കൊടുത്താൽ മതി, അവന് ഇത്രയ്ക്ക് മതി, ഈ വർഷം അവൻ അവിടെ ഇരുന്നാൽ മതി, 2 കൊല്ലം കൂടെ അവൻ അവിടെ ഇരുന്നോട്ടെ. മുഖപക്ഷം നോക്കുന്നവനല്ല ദൈവം. ശക്തമായി കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആത്മാവിൽ നിറഞ്ഞ് ദൈവ ശുശ്രൂഷ നിവർത്തിക്കുവാൻ ദൈവം കൃപ കൊടുത്ത അനുഗ്രഹീതനായ അഭിഷക്തനായ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ടു. പ്രിയമുള്ളവരെ, ഏത് ജാതി പിറന്നവനായ, ഏത് കളറ്, ആമേൻ, ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇന്ന കളർ വേണമെന്ന് ഏതെങ്കിലും കുഞ്ഞ് പ്രാർത്ഥിച്ചോ? ഹല്ലേലൂയ. ആമേൻ. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഇന്ന കളറോടുകൂടി ഇന്ന ഷേപ്പിൽ ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടും ആമേൻ പലർക്കും അത് ലഭിക്കാതെ പോയി. കാരണം എന്താ? ആമേൻ, അതെ, പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം നൽകുന്ന ദാനം വാങ്ങി സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടവരാണ് മനുഷ്യൻ. ഹല്ലേലൂയ. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ, ഹല്ലേലൂയ, നിരാശ ആരുമാകട്ടെ, ഏത് കളറുമാകട്ടെ, ഏത് സാഹചര്യവുമാകട്ടെ, അവനെ ഭയപ്പെടുന്നോ, ഹല്ലേലൂയ, അവനെയാണ് അംഗീകരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ അംഗീകരിക്കണമെങ്കിൽ കുറെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? ഇവിടെ കുറെ കടമ്പകളൊക്കെ ഉണ്ട്, അല്ലെ? പലരും മാനിക്കണമെങ്കിൽ, ഗമനിക്കണമെങ്കിൽ, അവസരം നൽകണമെങ്കിൽ പോകാൻ പറ. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറഞ്ഞു, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവന് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമത്രേ. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആമേൻ കൽപ്പന പ്രകാരം സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവനെ അംഗീകരിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാ. അവന്റെ അംഗീകാരം നിനക്കുണ്ടെങ്കിൽ നീ പിന്നെ പേടിക്കണ്ട. ഹല്ലേലൂയ. അവരെയും എന്റെ യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നരഭോജിയെ നരസ്നേഹിയാക്കുവാൻ അവനെ സ്നേഹിക്കുന്നു. ഏത് നീതനെയും ഏത് പാപിയെയും എന്റെ യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആ യേശുവിന്റെ സ്നേഹം അവരെ ആ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഹല്ലേലൂയ, വിശ്വാസ യോഗ്യനും സത്യസന്ധനുമായിരിക്കുക. അവനോടൊപ്പം ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസയോഗ്യനും സത്യസന്ധനുമായിരിക്കും. ഹല്ലേലൂയ. അവനോടൊപ്പം നിങ്ങൾ നടക്കുവാൻ തയ്യാറാകുക. അവന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുക. അവന്റെ വചനപ്രകാരം ആമേൻ ചുവട് കൊടുക്കുവാൻ തയ്യാറാകുക. സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ ശക്തമായി കാണുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോബ്, മറിയ. ആമേൻ. അപ്പോസ്തലന്മാരെല്ലാവരും, ഹല്ലേലൂയ, ആമേൻ, അതേ, കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിപ്പാൻ കൊണ്ടുമിടയായി. ഹല്ലേലൂയ. അതിനാൽ വിശ്വാസത്തിൽ നിന്ന്, ഹല്ലേലൂയ, അതേ, വിശ്വാസത്തിലേക്ക് ചുവടുകളെ വെക്കുവാൻ ദൈവം അവരുടെ മേൽ കൃപ പകർന്നു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചതുകൊണ്ട് അത് അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അവർ ചോദിച്ചതിലധികം നിനച്ചതിലധികം നൽകി അവരെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണമിടയായി. തക്ക സമയത്ത് അവൻ നമ്മെ മാനിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം. ഇന്ന് രാത്രി കേൾപ്പിച്ച സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിൽ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. അവൻ നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്. ഇരുളിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആമേൻ. ഇരുൾ നിറഞ്ഞ ഭൂമിയിൽ വെളിച്ചം സൃഷ്ടിച്ച ദൈവം നിന്റെ ജീവിതത്തിൽ വെളിച്ചമായ ക്രിസ്തുവിനെ സ്വീകരിച്ച് ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാക്കി തീർത്ത നിന്നെ, ഹല്ലേലൂയ, ആമേൻ, വിശുദ്ധ ജനമാക്കി തീർത്ത നിന്നെ, സ്വന്തം ജനമാക്കി തീർത്ത നിന്നെ ഈ ഭൂമിയിൽ മാന്യതയോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ സമസ്ത മേഖലകളിൽ വെളിച്ചമായി, പരിചയായി, രക്ഷയായി, ആമേൻ, കോട്ടയായ
ലോകാവസാനത്തോളം കൂടെയിരുന്ന് ജയത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം അത് ശക്തീകരിപ്പാനും ബലപ്പെടുത്തുവാനും ഇടയായി തീരും. എല്ലാ കടകളും അടച്ചാൽ ഹല്ലേലൂയ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ട് ഇരുത്താമെന്ന് പറഞ്ഞ സഭയുടെ നാഥൻ വരുവാൻ സമയമായി. അവിടെ ചെന്ന് ചില പ്രതിഫലങ്ങൾ വാങ്ങി സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് ഈ കരയിൽ നാം ആയിരിക്കുമ്പോൾ വിശ്വാസത്തോടെ കർത്താവിനോട് കൂടെ നടന്ന് കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നമുക്ക് ചെയ്യാം. സ്വർഗീയ പിതാവേ, വിശ്വസ്തനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള ആ സ്നേഹം അനുഭവിച്ച് ജീവിപ്പാൻ അവിടുത്തെ മക്കളെന്ന് പദവി നൽകി ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് നൽകി തന്ന നല്ല ദാനങ്ങൾ ഓർത്ത് നന്ദിയുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതോടൊപ്പം ഇരുളിൽ കിടക്കുന്ന ജനത്തിന് വെളിച്ചമായി ഈ ലോകത്തിൽ ജനിച്ച രക്ഷകനായി ക്രിസ്തുവിനെ കുറിച്ച് അനേകരോട് സാക്ഷ്യം പറയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി സാക്ഷ്യമുള്ളവരാക്കി തീർന്നു ദൈവത്തിന്റെ ആ വലിയ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്ന ആരും ലജ്ജിച്ചു പോകുവാനിടയാകാം. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് കർത്താവ് ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോ ഇവിടെ നിന്ന് എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിച്ചാൽ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഭക്തനെ ശക്തീകരിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് രാത്രി അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വരും ദിവസങ്ങൾ വീഡിയോ വീക്ഷിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കും. കർത്താവിന്റെ വരവിൽ ഞങ്ങളോടൊപ്പം ആമേൻ മെസ്സേജ് കേൾക്കുന്ന അനേകം എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ സ്വർഗം സഹായിക്കും. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കും. അടിയങ്ങൾക്കായി കാൽവർ ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ശുഭരാത്രി. എല്ലാവരെയും ദൈവം ധാരാളമായി